ഞാൻ കുഴിമന്തി കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാം വിരോധിയാക്കി. അതെങ്ങനെയാണ് ആ കണക്ഷൻ വന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഭക്ഷണം വേസ്റ്റ് ആക്കരുത്. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ പുറത്ത് PR കളികളിലൂടെ ചിലപ്പോൾ ഭയങ്കര വീക്ക് കണ്ടസ്റ്റന്റിനെ ഭയങ്കര സൂപ്പറായിട്ട് കാണിക്കും. ഭയങ്കര സ്ട്രോങ് കണ്ടസ്റ്റന്റിനെ ഭയങ്കര വീക്കായിട്ട് കാണിക്കും. അതുകൊണ്ട് കാര്യമില്ല. അത് ആ ഹൗസ് ഉള്ളിലുള്ള ഹൗസ് മേറ്റ്സ് ഉണ്ടല്ലോ, ഇപ്പോൾ അവരും നമ്മളായിട്ടുള്ള ഇക്വേഷനിൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ പുറത്തുള്ള PR ആയിട്ട് ഞാൻ നോക്കാറില്ല. ഈ കമന്റ്സ് ഒന്നും നമ്മളെ എഫക്ട് ചെയ്യാറില്ല. കാരണം എന്നെ ഓൾറെഡി നേരത്തെ ഒരുപാട് വർഷങ്ങൾ മുമ്പ് ക്യാൻസൽ ചെയ്യാനൊക്കെ നോക്കിയിട്ടുള്ള ആൾക്കാർ. പിന്നെ ഞാൻ കുഴിമന്തി കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കുഴിമന്തി കഴിക്കരുതെന്ന് പറഞ്ഞ അവസാനം ഞാൻ കഴിക്കാറില്ല. കുഴിമന്തിയിൽ എന്താ കാരണം എന്ന് വെച്ചാൽ എനിക്ക് കുഴിമന്തിനേക്കാളും കൂടുതൽ താല്പര്യം ബിരിയാണിയാണ്. ഓക്കെ, ഈ കുഴിമന്തി എന്ന് പറഞ്ഞ ഭക്ഷണം ഞാൻ ഇവിടെ കഴിക്കുമ്പോൾ ചോറും റൈസും മയണൈസും എനിക്ക് ഒരിക്കലും കഴിക്കാൻ തോന്നില്ല. അപ്പോൾ പിന്നീടുള്ളത് ചിക്കനാണ്. അപ്പോൾ ഫ്ലേവർ അധികം ഇല്ലാത്തൊരു റൈസ്, അതായത് ബിരിയാണിയുടെ അത്രയും ഫ്ലേവർഫുൾ റൈസ് ഒന്നും അല്ല ഇത്. സ്റ്റോക്ക് ക്യൂബ്, അതായത് ചിക്കൻ സ്റ്റോക്ക് ഇട്ടിട്ടാണ് അതിൻ്റെ ക്യൂബ് പൗഡർ ഇട്ടിട്ടായിരിക്കും ഫ്ലേവർ വരുത്തിക്കുക. നാച്ചുറലായിട്ടൊരു ഫ്ലേവർ ഇല്ല. അപ്പം നമ്മളിപ്പോൾ ഈ അജിനോമോട്ടോ കഴിക്കാൻ പാടില്ലെന്ന് പറയില്ലേ, ശരിക്കും കഴിക്കാം. അപ്പം അജിനോമോട്ടോ കഴിക്കാൻ പാടില്ല എന്ന് സ്വയം നമ്മൾ പേടിക്കുന്നുണ്ടെങ്കിൽ കുഴിമന്തി കഴിക്കാൻ പാടില്ല. കാരണം അതിനകത്തുണ്ട് സോഡിയത്തിൻ്റെ 2 ഡെറിവേറ്റീവ്സ് ഈ ചിക്കൻ സ്റ്റോക്ക് ക്യൂബിൽ. പക്ഷെ നമ്മുടെ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും കുഴിമന്തി ഫാൻസ് ആണല്ലോ. അതെന്താ കാരണം അറിയോ? ഞാനപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ഒബിയസ്ലി ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള സാധനത്തിന് എതിരെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഉടനടി പിന്നെ ഞാൻ ടാർഗറ്റ് ചെയ്ത കുറെ ബ്ലോഗേഴ്സ് എല്ലാം കൂടി ചേർത്ത് എന്നെ ഇസ്ലാമോഫോബാക്കി, ഇസ്ലാം വിരോധിയാക്കി. അതെങ്ങനെയാണ് ആ കണക്ഷൻ വന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. അവിടെ എത്തി. അപ്പൊ അതായത് ആൾക്കാർക്ക് എന്തും പറയാ. കമന്റ് ഇടണവനൊക്കെ പ്രത്യേകിച്ച് നമ്മൾ ഇഗ്നോർ ചെയ്യാറില്ല, വാലിഡേറ്റ് ചെയ്യാറില്ല. കാരണം കമന്റ് അല്ലേ ഇടാൻ അത്രയൊക്കെ പറ്റുള്ളൂ, വേറെ അതിൽ കൂടുതൽ കഴിവൊന്നുമില്ലല്ലോ. ഈ പറഞ്ഞ പോലെ ഞാൻ സംസാരിച്ച് വേണമെങ്കിൽ കുഴിമന്തി കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇത് ഞാൻ പറയുന്നത് വെച്ചാൽ നിങ്ങൾ അജിനോമോട്ടോ കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിനകത്തും ഉണ്ട് സോഡിയത്തിന്റെ 2 ഡെറിവേറ്റീവ്സ്. ഓക്കെ, അതായത് ആഡഡ് ഫ്ലേവറിങ് ഒക്കെ. ഈ സംഭവമൊക്കെ വെച്ചിട്ട് ഫ്ലേവർ ചെയ്യുന്ന റൈസ് ഉണ്ടല്ലോ, എനിക്കതിലൊരു വലിയ കഴിവ് തോന്നില്ല. ഇപ്പോൾ ഏതെങ്കിലും ഒരു സാധാരണ മൈഗ്രന്റ് ലേബറർ ഇല്ലേ, അയാൾക്ക് വേണമെങ്കിൽ കുഴിമന്തി ഉണ്ടാക്കാം. പക്ഷെ ബിരിയാണി ഉണ്ടാക്കാൻ അതിലും ടഫാണ്. വീട്ടിൽ അമ്മമാർ വരെ പേടിക്കുന്ന ഒരു സാധനമാണ് ബിരിയാണി. കാരണം ചേരുവകൾ കറക്റ്റ് എടുക്കണം. ഫ്ലേവർ എൻഹാൻസർ ഉപയോഗിച്ച് ഫ്ലേവർ വരുത്തിക്കുന്നത് മെജോറിറ്റി വീടുകളിൽ ഉണ്ടാക്കുന്നത് ബിരിയാണി തന്നെയാണല്ലോ. അതെ, അപ്പൊ ഇതെല്ലാവരും ശ്രമിക്കുകയാണ് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി, അല്ലേ? എല്ലാവരും ശ്രമിക്കുന്നതാണ്. കാരണം വെച്ചാൽ അത് പെർഫെക്റ്റ് ചെയ്യാൻ ഭയങ്കര ടൈം എടുക്കും. അത്രയും കലയുണ്ട്. ഞാനൊരു സാധനം ഫുഡിന് സീ ഫുഡ് ഡിഫറെൻ്റ്ലി. ഇപ്പോൾ ഫുഡ് കാണുമ്പോഴത്തേക്കും ഇപ്പോൾ ഇപ്പോൾ ഇവിടെ ചായക്കടകൾ ഇല്ലാണ്ടായി. ഒരുപാട് ആൾക്കാർക്ക് കുഴിമന്തി കട ഇട്ടാൽ മതി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴിമന്തി ആകുമ്പോഴത്തേക്കും മാസ് പ്രൊഡക്ഷനാണ്, ഒരുപാട് പേർക്കുള്ളത് ഉണ്ടാക്കാം. ഇനി ഒരുപാട് പേർക്കുള്ളത് ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും ഈ ഒരുപാട് പേർക്ക് ഉണ്ടാക്കുന്ന ഭക്ഷണം കുറേ ചിലവാക്കാനുള്ളൂ. അപ്പോൾ അത്രയും വലിയ ബിസിനസ് സ്കെയിലായി. ചെറിയ താല്പര്യമില്ല ആൾക്കാർക്ക്. ഞാൻ തന്നെ എൻ്റെ കട നടത്തിയിരുന്ന ഇപ്പോൾ 3 ടേബിളുള്ളൂ. അങ്ങനെ ചെറുതിലുള്ള താല്പര്യം ഇപ്പോൾ ആൾക്കാർക്കില്ല, മാസ് പ്രൊഡക്ഷൻ മാത്രം താല്പര്യമുള്ളൂ. അത് മാത്രമല്ല, അവരെ സ്വന്തമായിട്ടുള്ളൊരു ടച്ച് ഉണ്ടാവില്ല. ആരെങ്കിലും വെച്ച് പണിയെടുപ്പിക്കുക, നമ്മുടെ സ്വന്തമായിട്ടുള്ളൊരു കൈ ഇല്ല അതിനകത്ത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ഇൻഡൽജ് ചെയ്യാറില്ല. എന്നും പറഞ്ഞ് ഇപ്പോൾ ഞാൻ പറയാം, റൈസും മയണൈസ് ഇട്ട് കഴിക്കുന്നത് ഒരു നല്ല സാധനമല്ല. പ്രത്യേകിച്ച് മയണൈസ് ഈ പറഞ്ഞ പോലെ ഇവിടെ ഒരു ഫേക്ക് മയണൈസാണ് നമുക്ക് കിട്ടുന്നത്. അല്ലാതെ നല്ലത് പ്രോപ്പറായിട്ട് എഗ്ഗ് വെച്ച് അടിക്കുന്ന മയണൈസ് എപ്പോഴും സ്പ്ലിറ്റ് ആയി പോകും, അല്ലെങ്കിൽ ഈ ടെമ്പറേച്ചറിൽ ഷോഗോ ആയി പോകും. അതുകൊണ്ടാണല്ലോ ഷവർമ കഴിച്ചിട്ടൊക്കെ ആൾക്കാർ കുറേ പ്രശ്നങ്ങളാവുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ മയണൈസ് ചോറായിട്ട് ഇരുന്ന് കഴിക്കണതാണ് ഞാൻ പ്രൊമോട്ട് ചെയ്യാത്തത്. അല്ലാതെ കുഴിമന്തി ആസ് എ ഫുഡ് ഐറ്റം അല്ല നമ്മൾ ഈ പറഞ്ഞ പോലെ അതിനെ അറ്റാക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ടാർഗറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുഴിമന്തി, ഞാനിവിടെ വന്നിട്ട് കുഴിമന്തി കഴിച്ചു. കുഴിമന്തി എന്ന് പറയുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാരണം കുറെ ആൾക്കാർ ബിഗ് ബോസിൽ കുഴിമന്തി അതെ. അപ്പൊ ഞാൻ അവിടെ നിന്നൊന്നും പറയില്ല. ഞാൻ പറയാറുണ്ട്, ഇപ്പൊ കുഴിമന്തി എന്ന് പറയുന്ന സാധനം നിങ്ങളുടെ ഒരു ഫേവറേറ്റ് ഐറ്റമായി മാറിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് റൈസും കുറച്ച് പ്രോട്ടീനാണ് കഴിക്കുന്നത്, അല്ലേ? പിന്നെ കുറെ ഫാറ്റും. മയണൈസ് ശരിക്കും ബാലൻസ്ഡ് അല്ല എന്ന് എല്ലാവർക്കും അറിയാം. ജങ്ക് ഫുഡാണ്. ഇപ്പൊ KFC കഴിക്കുന്നത് മാരകമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുഴിമന്തി കഴിക്കുന്നത് മാരകമാണ്. കാരണം വെച്ചാൽ ഈ അൺലിമിറ്റഡ് റൈസ്, അൺലിമിറ്റഡ് മയണൈസ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, അതാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത്. ഒരു അത്രയും ഭക്ഷണം വേസ്റ്റ് ആക്കരുത്. ഓക്കെ, നമ്മൾ പണ്ട് ഒരു CB കഴിച്ചു കഴിഞ്ഞാൽ, ചിക്കൻ ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വിശപ്പുണ്ടെങ്കിൽ ½ CB ഓർഡർ ചെയ്യുള്ളൂ. ഇതായിരുന്നു എൻ്റെ കോളേജിലെ കണക്ക്. ഒരു ½ CB പിന്നെ വിശപ്പുണ്ടെങ്കിൽ. കാരണം കഷ്ണം കുറവായിരിക്കുമല്ലോ. പ്രോട്ടീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഇവിടെ കേരളത്തിലുള്ള ഒരു ആൾക്കാർക്കുള്ള ഡിഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടീൻ ഡിഫിഷ്യൻസിയാണ്. കാരണം എല്ലാം കണ്ടിട്ടുണ്ടോ, ഇത്തിരി ഇറച്ചിക്കറി അല്ലെങ്കിൽ ഇത്തിരി എന്താ പറയുക കഷ്ണം ചിക്കൻ്റെ ഒക്കെ, ഒരുപാട് ഒരു മല പോലെ റൈസും. അപ്പോൾ ആ ഒരു സംഭവം, അതായത് ഭയങ്കര ഹൈ GI ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന് പറയും, കാർബോഹൈഡ്രേറ്റ്സ് ഒരുപാടുള്ളത്. ഇത്രയും കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു 10 റൗണ്ട് ഓടണം. ഞാൻ കഷ്ടപ്പെട്ട് കുറെ കുറച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതെ, അതുകൊണ്ടാണ് ഞാൻ ഇതുപോലത്തെ ഫുഡ് അവോയ്ഡ് ചെയ്യണത്.
കാരണം എന്താ വെച്ചാൽ ഞാൻ ചോറും കറിയും കഴിച്ചാൽ തന്നെ ഇപ്പൊ ബിഗ് ബോസ് ഹൗസിൽ പോയിട്ട് 18 കിലോ പറഞ്ഞു. ആണല്ലേ? എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറ് വളരെ കുറവായി കഴിക്കുക. ഞാൻ നോക്കി കഴിക്കുന്ന ആളാണ്, അത്രേ ഉള്ളൂ. അത് ഓരോരുത്തരുടെ താല്പര്യമുള്ള നോക്കി കഴിക്കാന്ന് പറഞ്ഞാൽ. ഞാനിപ്പോൾ പറയുമ്പോൾ കുഴിമന്തി കഴിക്കുമ്പോൾ എനിക്ക് നോക്കുമ്പോൾ എനിക്കൊരു ചായക്കടയാണ് കൂടുതൽ ഇഷ്ടം. പക്ഷേ 62 ദിവസം കൊണ്ട് 18 കിലോ കുറയുന്നത് ലൈക് പെട്ടെന്ന് ഒരുപാട് വെയിറ്റ് കുറയുന്നത് അൺഹെൽത്തി ആണെന്നല്ലേ പൊതുവെ പറയാറുള്ളത്? നമ്മൾ ഡയറ്റ് ചെയ്ത് നല്ല രീതിയിൽ മെന്റൽ പ്രഷറാണ്, അത്രയും പ്രഷറാണ് അവിടെ. അപ്പൊ നമ്മളെ എല്ലാരും നോക്കി ഇപ്പോൾ എപ്പിസോഡ്സ് നോക്കി എല്ലാരും ഒട്ടിയില്ലേ. അതങ്ങനെയാണ്. എനിക്ക് 18 കിലോ കുറയാൻ കാരണം എന്ന് വെച്ചാൽ എന്റെ പെർസെന്റേജ് എടുത്ത് നോക്കുമ്പോഴത്തേക്കും ഇപ്പൊ ഞാനൊരു 100 സംതിങ്ങിലും മുകളിലുള്ള ആളാണ്. എനിക്ക് 18 കിലോ കുറക്കാൻ ഈസിയാണ്. 10 കിലോ ആരായാലും കുറയും ഫസ്റ്റ്. പിന്നീട് ഒരു 8 കിലോ കൂടി കുറഞ്ഞു. അപ്പൊ എങ്ങനെയാന്ന് പറഞ്ഞാൽ ഞാൻ ഫുഡ് കൺട്രോൾ ചെയ്തു. പിന്നെ ഞാൻ അവിടെ ഒരു പ്രോബയോട്ടിക് ഡ്രിങ്ക് ഒക്കെ ഉണ്ടാക്കി, ജിഞ്ചർ ബഗ് എന്ന് പറഞ്ഞാൽ. അതെനിക്കറിയില്ല ആരെങ്കിലും കണ്ടോന്ന്. പ്രോബയോട്ടിക്സ് ഒക്കെ ഞാൻ ഫെർമെന്റേഷനിൽ വിശ്വസിക്കുന്ന ആളാണ്. എൻ്റെ ഈ ടാറ്റു ഫെർമെന്റിങ് ജാറാണ് ആക്ച്വലി. ഫെർമെന്റേഷൻ അതായത് ഇഞ്ചി, ഷുഗർ, വെള്ളം ഇത് വെച്ചിട്ട് 5 ദിവസം ഫെർമെന്റ് ചെയ്ത് എല്ലാവർക്കും പ്രോബയോട്ടിക് ഉണ്ടാക്കി കൊടുത്തു അവിടെ, വയറ്റിൽ നിന്നൊക്കെ നന്നായിട്ട് പോകാൻ വേണ്ടി. ഈ ചപ്പാത്തി കഴിച്ചിട്ടേ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ ഫുഡ് സയൻസ് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ആന്ത്രപ്പോളജി. അപ്പൊ ഞാനെല്ലാം ആ ഒരു കാര്യത്തിൽ എനിക്ക് എൻ്റെ ലൈഫിലും കൊണ്ടുവരാൻ നോക്കും. നമ്മൾ വാക്ക് ദ ടോക്കാണ്. ഒരു സാധനം ഞാൻ എന്താ പറയുക, കഴിക്കാത്ത സാധനം ഒരിക്കലും പ്രൊമോട്ട് ചെയ്യില്ല. എൻ്റെ ഫീഡ് എടുത്ത് നോക്കിയാലും കാണാൻ പറ്റും. എനിക്ക് ഇഷ്ടമല്ലാത്ത ഭക്ഷണം, അതായത് ഞാൻ കഴിക്കാത്ത ഭക്ഷണം സ്വയം പ്രൊമോട്ട് ചെയ്യില്ല. അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് എന്തായാലും ഒന്ന് നടന്നാലോ? നടക്കാനും.